2000-ലാണ് ഇന്ത്യൻ ആർമിയിൽ ഒരു ലെഫ്റ്റനൻ്റായിട്ട് നിയമിതനാകുന്നത്. ഉടനെ തന്നെയായിരുന്നു ഞങ്ങളുടെ മാരേജും. ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ കാശ്മീരിലേക്കായിരുന്നു. 2003 അദ്ദേഹത്തിന് ജൂലൈ 21 ഒരു തീവ്രവാദി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. 6 തീവ്രവാദികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2 തീവ്രവാദികളെ വധിക്കുകയും പിന്നീട് ഉണ്ടായിരുന്ന 4 തീവ്രവാദികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയ്ക്കാണ് മാത്യുവിന് തലയ്ക്ക് വെടിയേൽക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം ബോധരഹിതനായി 2 മാസത്തോളം കോമയിലായിരുന്നു. 2 മാസത്തിന് ശേഷം അദ്ദേഹം പതുക്കെ ജീവനുണ്ട് എന്നുള്ള ആ സമയത്ത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ 6 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതും. അപ്പം എൻ്റെ ഉള്ളിലെ ജീവനും അദ്ദേഹത്തിൻ്റെ ജീവനും ഒരുപോലെ വളരുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം കണ്ണൊക്കെ തുറന്ന് അത്യാവശ്യം സ്വന്തം കാലിലേക്ക് നിൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് സംസാരശേഷി വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. നടക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വളരെ പ്രൗഡാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആരുടെയൊക്കെയോ ത്യാഗങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസിക്കുന്നു.